നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ ദില്ലിയിൽ അതിനിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നു. ആ കൂടിക്കാഴ്ച മുൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായും സോണിയാഗാന്ധിയുമായും നടന്ന കൂടിക്കാഴ്ചയാണ്. ഇത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തു. ദില്ലിയിൽ പൊതുവെ വലിയ നീക്കങ്ങളും കൂടിക്കാഴ്ചകളും ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷൻ വരുന്നുണ്ട്. ആ മൺസൂൺ സെഷനിലേക്ക് നിരവധി പ്രധാനപ്പെട്ട ബില്ലുകൾ വരുന്നുണ്ട്. ഭരണഘടനാ ഭേദഗതി ബില്ലടക്കം തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുമ്പോഴാണ് ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയും സോണിയാഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. മാത്രമല്ല, ഇന്ന് രാവിലെ അഭിഷേക് ബാനർജി, മമതാ ബാനർജിയുടെ മരുമകനും തൃണമൂൽ കോൺഗ്രസ് എംപിയുമായ അഭിഷേക് ബാനർജി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം പുറത്തു വരുന്ന വിവരം തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കാൻ പോകുന്നുവെന്നാണ്. അതായത് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ മമതാ ബാനർജിയുടെ ആജ്ഞാനുവർത്തിയാണ് എന്ന് പറയാൻ കഴിയില്ല. 80 MLA-മാരാണ് തെരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ കോൺഗ്രസിന് അവശേഷിച്ചത്. 41% വോട്ടുമുണ്ട്. പക്ഷേ എന്നിട്ടും പാർട്ടി സംസ്ഥാനത്ത് തകർന്നടിഞ്ഞു. വിമത നീക്കം ശക്തമായി. അഭിഷേക് ബാനർജി എന്ന ഒറ്റ ഘടകം കൊണ്ട് തന്നെ പാർട്ടി തകർന്നടിഞ്ഞു. അഭിഷേക് ബാനർജിയെ അനുസരിക്കാൻ നേതാക്കന്മാർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ 80 MLA-മാരിൽ 19 പേർ മാത്രമാണ് മമതാ ബാനർജിക്കും അഭിഷേക് ബാനർജിക്കും ഒപ്പം ഉള്ളത്. ബാക്കിയുള്ളവർ ഇപ്പോൾ വിമതപക്ഷത്താണ്. എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ മമതയുടെ കൈവിട്ടു പോകുന്നു എന്നാണ് അർത്ഥം. മമതയ്ക്ക് തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരോ ചിഹ്നമോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പോലും അനുവാദമില്ലാത്ത അവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് MP-മാരിൽ 28 MP-മാരിൽ 23 പേരും വിമതന്മാരാണ്. 5 പേർ മാത്രമാണ് മമതാ ബാനർജിയോടൊപ്പമുള്ളത്. രാജ്യസഭാ MP-മാർ ഓരോരുത്തർ ഓരോ ദിവസവും രാജിവെച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യസഭാ MP-മാരുടെ രാജിവെക്കലാണ് ഇപ്പോൾ വലിയ രീതിയിൽ TMCയെ ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം ഈ രാജിവെക്കുമ്പോൾ ഉള്ള സീറ്റുകളിലേക്കെല്ലാം തിരഞ്ഞെടുപ്പ് നടന്നാൽ പുതിയ സഭയിലെ കക്ഷിനില അനുസരിച്ച് BJP സ്ഥാനാർത്ഥികളാകും അവിടെ വിജയിച്ചു വരിക. പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മമതാ ബാനർജി തകർന്നടിഞ്ഞുവെന്ന് മാത്രമല്ല, ഒറ്റയ്ക്കായി പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയൊരു രാഷ്ട്രീയ പോരാട്ടം എങ്ങനെ നടത്തുമെന്ന ചിന്തയിലായിരുന്നു ഇത്രയും നാൾ മമതാ ബാനർജി. അവർ അതിന് ചില പരിഹാര മാർഗങ്ങളൊക്കെ കണ്ടിരുന്നു. അതായത് CPM-മായും അതുപോലെ തന്നെ കോൺഗ്രസുമായും സഹകരിക്കുക, ഒരു വിശാല പ്രതിപക്ഷ ഐക്യമുണ്ടാക്കുക, BJP-ക്കെതിരെ പോരാടുക എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു വിശാല പ്രതിപക്ഷ ഐക്യത്തിന് ഒരു സാധ്യതയുമില്ലെന്ന് ഇടതു പാർട്ടികളും കോൺഗ്രസും ബംഗാളിൽ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിക്ക് ഇനി രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആ സാഹചര്യത്തിലാണ് സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും അഭിഷേക് ബാനർജിയും അതുപോലെ തന്നെ മമതാ ബാനർജിയും കൂടിക്കാഴ്ചകൾ നടത്തിയത്. ആ കൂടിക്കാഴ്ചകൾക്ക് ശേഷം പുറത്തു വരുന്ന വാർത്ത 29 വർഷങ്ങൾക്ക് ശേഷം മമതാ ബാനർജി കോൺഗ്രസിലേക്ക് തിരികെ പോകുന്നു എന്നാണ്. മമതാ ബാനർജി കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധി നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ഇന്നേക്ക് 29 വർഷം മുമ്പാണ്. ആ 29 വർഷമാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നത്. 15 കൊല്ലമാണ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിനെ അടക്കി ഭരിച്ചത്. ബംഗാളിൽ കോൺഗ്രസിനെയും CPM-നെയും എല്ലാം നിഷ്പ്രഭമാക്കിയത് ഈ മമതയാണ്. കോൺഗ്രസിനെ മുഴുവൻ തൂത്തെറിഞ്ഞത് ഈ മമതയാണ്. അതേ മമതയാണ് ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ലയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. കോൺഗ്രസുമായി ലയിച്ചു കഴിഞ്ഞാൽ, അഭിഷേക് ബാനർജിയും മമതാ ബാനർജിയും കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും AICC ഉപാധ്യക്ഷയാക്കാമെന്ന വാഗ്ദാനമാണ് സോണിയാഗാന്ധി നൽകിയത് എന്നറിയുന്നു. എന്തായാലും ബംഗാളിൽ അധികാരം പോയെങ്കിലും രാഷ്ട്രീയം മതിയാക്കി മിണ്ടാതിരിക്കാൻ താനില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് മമതാ ബാനർജി. ഇപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ദില്ലിയിൽ കാണാൻ സാധിക്കുന്നതും. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അധികാരത്തിൽ നിന്നും മമതാ ബാനർജിയെ പുറത്താക്കിക്കൊണ്ടുള്ള വലിയ ജനവിധി വന്നത്. 200-ലധികം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന മമതാ ബാനർജി 2011 മുതൽ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന മമതാ ബാനർജിയെ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP അട്ടിമറിച്ചു. BJPക്ക് 77 സീറ്റുകളിൽ നിന്ന് 200-ലധികം സീറ്റുകൾ ഇത്തവണ നേടാൻ കഴിഞ്ഞു. ഇതാണ് മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടിയായത്.
ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളും മമതയുടെ തലവേദന വർദ്ധിപ്പിച്ചു. MLA-മാരും MP-മാരുമെല്ലാം ഇപ്പോൾ വഴിപിരിഞ്ഞു പോയി ഒറ്റയ്ക്കായപ്പോൾ സ്വന്തം പാർട്ടി പോലും വേണ്ട എന്ന് വെച്ച് കോൺഗ്രസിലേക്ക് തിരികെ കുടിയേറാൻ ശ്രമിക്കുകയാണ് മമതാ ബാനർജി.